അപ്പോൾ നമുക്കിന്ന് കുറേ പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ലാഭത്തിന് കിട്ടിയതാണ്. അപ്പോൾ ഈ പൈനാപ്പിൾ കൊണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരിക്കുമ്പോഴാണ് അപ്പോൾ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് ഉപ്പിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൈനാപ്പിൾ എടുത്ത് അതിൻ്റെ ആ ഒരു തൊലി ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ആ ഒരു കറുത്തൊക്കെ തൂത്ത് പോലത്തെ ആ ഒരു മുള്ള ഭാഗം മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലൈസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. കുറുകി വേണമെങ്കിൽ കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 3-4 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈനാപ്പിൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പച്ചമുളക് ഇടുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് അല്പം ഉപ്പിട്ടാൽ മതിയാവട്ടെ. എന്നിട്ട് നമ്മൾ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് 5 മിനിറ്റ് പോലും താമസിപ്പിക്കേണ്ട കഴിക്കാൻ വേണ്ടിയിട്ട്. ഉടനെ തന്നെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഒരു ചൂട് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ ഉപ്പും എരിവും മധുരവും എല്ലാം തന്നെ പെട്ടെന്ന് പിടിച്ചിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.